ഡാ നിൻ്റെ മക്കളെല്ലാം കിടന്ന് കാരണം കേട്ടോ ഇല്ലേ കിക്കിമോൻ എന്താ എഴുന്നേറ്റോ? അങ്ങനെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് തീരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ലൈവിൽ പിള്ളേരിങ്ങനെ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് തുടങ്ങുന്നതെന്നുള്ളത് കാണിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ചെല്ലുന്നത് എൻ്റെ വളർത്തുന്ന കോഴിയുടെ താറാവിൻ്റെ അടുത്തോട്ടായിരിക്കും. പിന്നെ പൂച്ചയുടെ അടുത്തോട്ടും പോകും. പക്ഷേ ഇന്ന് ഞാൻ അവൻ്റെ അടുത്ത് പോകാൻ മറന്നുപോയി. അതുകൊണ്ട് രാത്രിയാണ് ചെന്നത്. ഇന്ന് അമ്മയായിരുന്നു അവന് തീറ്റ കൊടുത്തത്. ഇന്ന് ഉറക്കപ്പിച്ചിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. ഞാനിന്ന് അങ്ങോട്ട് പോയില്ല, അവൻ്റെ കാര്യം വിട്ടുപോയി. അതുകൊണ്ട് അമ്മ അവന് തീറ്റ കൊടുത്ത്. അപ്പോൾ ഞാൻ നേരെ താറാവിൻ്റെ അടുത്തോട്ട് പോയി അതുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കോഴിക്ക് കൊടുക്കാനുള്ളത് അവിടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊത്തി തിന്നത്തക്ക രീതിയിലുണ്ട്. അതുകൊണ്ട് അവന്മാർക്ക് കൊടുത്തില്ല. ഈ കോഴിക്ക് മാത്രം ഞാൻ കൊണ്ടുവന്ന് ചോറിട്ട് കൊടുത്ത്. അപ്പോൾ അത് കഴിച്ച് കേട്ടോ. അത് ഇന്നലത്തെ ചോറാണ്. അപ്പോൾ അതിട്ട് കൊടുത്ത്. ഈ കോഴി മുട്ടയിടുന്ന കോഴിയാണ്. മറ്റേങ്ങളൊന്നും മുട്ടയിടത്തില്ല. പിന്നെ ഞാൻ കാടക്കോഴിയുടെ അടുത്തേക്ക് വന്ന്. കാടക്കോഴി മുട്ടയൊന്നും ഇടാൻ തുടങ്ങിയിട്ടില്ല. മുട്ടയിടുമെന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും പക്ഷേ മുട്ടയൊന്നും കാടക്കോഴി ഇതുവരെ ഇട്ടിട്ടില്ല. അങ്ങനെ കാടക്കോഴിക്ക് സ്റ്റാർട്ടർ കൊടുക്കുവാണ് ഞാൻ. വലിയ ഒരു ഡേ ഇൻ മൈ ലൈഫൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര മനോഹരമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളു. നിങ്ങൾ വിചാരിക്കുന്ന പോലൊരു വീഡിയോ ആയിരിക്കത്തില്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച പോലൊരു വീഡിയോ അല്ലെന്ന് പറഞ്ഞ് കമൻ്റ് ഇടരുത് കേട്ടോ. എനിക്ക് നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഒരു ദിവസം അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ഇതാണ് 2 കോഴികൾ അപ്പുറം ഒരു കൂട്ടിലിട്ടുണ്ട്. ഞാൻ ഇനി മുഖം അടിക്കാൻ പോവാണ്. അപ്പം ആദ്യമേ മീശ ട്രിം ചെയ്യാം, കഴിഞ്ഞിട്ട് മുഖം അടിക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. രാവിലെ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ മീശ ട്രിം ചെയ്യും. മുമ്പ് താടിയൊക്കെ വളർത്തുമായിരുന്നു. ഇപ്പം താടി വളർത്താറില്ല. അതുകൊണ്ട് താടി ഡ്രിം ചെയ്യേണ്ടി വരത്തില്ലല്ലോ. വെറുതെ മീശ മാത്രം ഡ്രിം ചെയ്ത് എന്നിട്ട് വന്ന് ഞാൻ ഷേവ് ചെയ്യുവാണ്. ഷേവ് ചെയ്യാൻ വേണ്ടി ആ പേസ്റ്റ് ഇവിടെ ഇടുന്നതാണ് കാണുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ സംഭവങ്ങൾ. അല്ല പ്രത്യേകിച്ച് വലിയ ഒരു ദിവസമൊന്നും ആയിരിക്കത്തില്ല എല്ലാ ദിവസവും. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ ദിവസവും തട്ടിയും മുട്ടിയൊക്കെ പോകും. അങ്ങനെ വലിയ ഒരു സംഭവങ്ങളൊന്നും എൻ്റെ ദിവസത്തിലൊന്നും നടക്കാറില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലം വരെ പോയായിരുന്നു. രാവിലെ അല്ല, ഒരു ഉച്ചയായപ്പോൾ പോയായിരുന്നു. അതൊരു അപ്പുറത്തെ വീട്ടിൽ മരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അവിടെ പോയാൽ ചോറുണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഉച്ചക്ക് കഴിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. അവരുടെ വീട്ടിൽ ചെന്ന് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അവിടെ പോയപ്പോൾ വീഡിയോ എടുത്തതും ഇല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഷേവ് ചെയ്ത് കഴിഞ്ഞിരിക്കുക കൂട്ടുകാരെ. ഇനി കുളിക്കാൻ പോകാൻ വേണ്ടി എണ്ണ പുരട്ടുവാണ് കേട്ടോ.
ഇനി രാവിലെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പല്ല് തേക്കും, അപ്പോൾ ബ്രഷ് പേസ്റ്റ് കഴിച്ചിട്ട് പല്ല് തേക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ഞാനിപ്പോൾ ചെയ്യുവാണ് കേട്ടോ. പല്ല് തേക്കാൻ പോവാണ്. ഇനി ഞാനങ്ങനെ ബ്രഷ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് ടൈം നിന്ന് ബ്രഷ് ചെയ്യും. കൂട്ടുകാരെ പല്ല് തേച്ച് കഴിഞ്ഞ് കുളിക്കാൻ പോവാണ്. ബാത്റൂമിൽ പോയിട്ട് കുളിക്കാം. വേറെ ഇനി ഇതേല് പുഷപ്പ് അടിക്കാൻ പോവാണ്. ഇത് പുഷപ്പ് അടിക്കുന്ന സാധനമാണ്. വല്ലപ്പോഴൊക്കെ ഇത് ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യാറില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ട് ചെറുതായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ബോഡി വെയ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. വീട്ടിലാണേലും മടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതൊക്കെ കൊണ്ട് ശരീരം വളരെ കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ചുമ്മാ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണെന്നൊന്നും വിചാരിക്കല്ലേ. മുമ്പ് സ്ഥിരം ഞാൻ ചെയ്യാറുള്ളതായിരുന്നു പുഷപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ജിമ്മിൽ പോയാലും ഇല്ലേലും ഏറ്റവും കൂടുതൽ ചെയ്യുമായിരുന്നു പുഷപ്പ്. നോർമൽ പുഷപ്പായിരുന്നു ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ ഡംബലിലുള്ള വർക്കൗട്ടും വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ സ്ഥിരമായിട്ട് ഇപ്പം അതും ചെയ്യാറൊന്നുമില്ല. ഇപ്പം ഡേ ഇൻ മൈ ലൈഫല്ലേ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടെന്ന് വിചാരിച്ച് ഇതൊക്കെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ഇതുപോലെ ആഴ്ചയിൽ മാസത്തിലൊക്കെ ഒരിക്കലും ചെയ്യാറുള്ളൂ ഇങ്ങനെയൊക്കെ. നിങ്ങളോർക്കും ഞാൻ എന്താണ് ഈ വ്യഗ്രതയിൽ ഇത്രയും വേഗം ഡംബൽ അടിച്ചിട്ട് ഇതെവിടെ പോകാൻ പോകണമെന്ന് ഓർക്കും. പക്ഷേ അതൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് രാവിലെ സമയത്ത് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ മൂഡ് കാണത്തില്ല, ഒരു ക്ഷീണമായിരിക്കും. ചില ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് ഇതേപോലുള്ള വർക്കൗട്ടൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ഒന്നും അങ്ങനെ വർക്കൗട്ടിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ ഇന്ന് ചുമ്മാ എടുത്തൊന്ന് ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഡംബൽ ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ഒരു ചെറിയ ബോഡി ഷോ ആണ് കേട്ടോ. ബോഡിയൊക്കെ പോയി വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇനി വെയിറ്റ് ഉണ്ടാക്കിയെടുക്കണം. എന്താണേലും ഞാനൊരു 1-2 മാസം കൊണ്ട് ബോഡി റെഡിയാക്കും. അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ ട്രൈസിൻ്റെ വർക്കൗട്ട് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ട്രൈസ് നമ്മുടെ ഫോറാമിനുള്ള വർക്കൗട്ടാണ് കേട്ടോ. ഇതേപോലെ വരും. ഇവിടെ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഫോറാമിനും ട്രൈസിനും വേണ്ടിയിട്ട്. കൂട്ടുകാരെ, ഞാൻ അമ്മേനെ സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. തിന്നാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇഡ്ഡലി, ദോശയൊക്കെ. അത് കഴിഞ്ഞ് വന്നിട്ട് ദോശയും ഇഡ്ഡലിയും കഴിക്കുന്ന വീഡിയോ ആണിത്.
അന്ന് ഞാൻ പഴവും കൂടെ കഴിക്കുന്നത്, പക്ഷെ ഇന്ന് പഴമൊന്നുമില്ല. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ ആഗ്രഹിക്കാഞ്ഞത്. അപ്പം എല്ലാവരും ലൈവിൽ പറയുമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചേട്ടാന്നൊക്കെ. അതുകൊണ്ട് ഇപ്രാവശ്യം ചെയ്യാമെന്ന് വെച്ചു, അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ദോശയും ഇഡ്ഡലിയും കഴിക്കുന്ന തിരക്കിലാണ് ഞാൻ. അപ്പോൾ അത് കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ദോശയും ചമ്മന്തി, ഇഡ്ഡലിയും ചമ്മന്തി. ദോശ ഇഡ്ഡലി എന്താ ഞാൻ കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതിൻ്റെ കാരണം, ഞാൻ സാധാരണ ഇഡ്ഡലി സാമ്പാറായിരിക്കും കഴിക്കുന്നത്, അല്ലെ ദോശ ചമ്മന്തി ആയിരിക്കും. അപ്പോൾ ഇന്ന് സാമ്പാറില്ലാത്തതുകൊണ്ട് ഇഡ്ഡലിയുടെ കൂടെയും ദോശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞങ്ങനെ ദോശ ഉണ്ടാക്കി, ദോശയും ചമ്മന്തിയും കൂടെയും കഴിച്ച്. അപ്പോൾ ആ ഇഡ്ഡലിയും കൂടെ ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഡ്ഡലിയും കഴിക്കുവാണ്. എനിക്കിഷ്ടം ദോശയും ചമ്മന്തി അതുപോലെ ഇഡ്ഡലി സാമ്പാറുമാണ്. ഇന്ന് ഇഡ്ഡലിക്ക് സാമ്പാറില്ലായിരുന്നു, അതുകൊണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെയും കഴിച്ച്, ദോശയും ചമ്മന്തിയും കൂടെയും കഴിച്ച്. കൂട്ടുകാരൻ, ഞാൻ അല്ലു അർജുൻ്റെ ഭയങ്കര ഫാനാണ്. ഞാൻ ഇടയ്ക്ക് അല്ലു അർജുൻ്റെ പഴയ പടങ്ങളൊക്കെ വെച്ച് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സിനിമ കാണാം. അപ്പോൾ സിനിമ കാണാൻ പോവാണ്. പിന്നെ ഞാൻ വിചാരിച്ചൊരു സിനിമ കാണാമെന്ന്. അങ്ങനെ ലാപ്ടോപ്പ് ഓൺ ചെയ്തിട്ടൊരു പടം കാണുവാൻ. ടി വി കേടായിട്ടിരിക്കുന്നതുകൊണ്ട് ടി വിയിലൊന്നും കാണാറില്ല. വല്ലപ്പോഴും ഇടയ്ക്കിതുപോലെ ഏതെങ്കിലും സിനിമ ഇഷ്ടപ്പെട്ടത് ഇതിൽ കൂടെ കാണും. സിനിമ എടുക്കാൻ പോകണം കേട്ടോ. അങ്ങനെ അല്ലു അർജുൻ ഫാനായതുകൊണ്ട് അല്ലു അർജുൻ്റെ സിനിമ നോക്കുവാണ്.
അങ്ങനെ യോദ്ധാവ് എടുത്ത് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അത് എന്നാലും സിനിമയാണ് കാണാൻ പോണത്. വീണ്ടും അത് കാണുവാണ്. പിന്നെ ഇതിനകത്ത് പിന്നെ സിനിമയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ചെയ്യാറുള്ള വീഡിയോ യൂട്യൂബിലിടാൻ വേണ്ടി വല്ലതൊക്കെ എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ കഴിയാൻ എനിക്കിത് ഉറക്കം വരാതെ തുടങ്ങി. ഇനി ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചേക്കാം. കറണ്ട് പോയല്ലോ. കൂട്ടുകാരെ, ഞാനപ്പോൾ ഒന്ന് അപ്പുറത്ത് വരെ പോകാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. ഇന്ന് ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഷർട്ട് കുറവാണ് കേട്ടോ. അത് തന്നെ ശരി, ഞാൻ അവിടെ പോവാണ് കേട്ടോ. ഞാൻ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉച്ചക്ക് ഇവന്മാർക്ക് ഫുഡ് കൊടുക്കാൻ ഇച്ചിരി താമസിച്ച് പോയി. കൊടുക്കാൻ പോവാണ്. നിങ്ങൾ മണ്ണ് തിന്നുമല്ലേ? അയ്യേ, വൃത്തിയായിട്ട് എന്തൊക്കെയാണ് ഈ താറാവ്. അത് നമുക്ക് മണ്ണ് തിന്നണമെന്ന് തോന്നടാ. ഇച്ചിരി നേരമൊക്കെ അതിനെ മുറ്റത്തോട്ട് ഇറക്കടാ. അത് കണ്ട മണ്ണ് ആർത്തിയോടെ വമ്മി തിന്നു. എന്തോരം തീറ്റ അത് വെറുതെ കളഞ്ഞാലും ശരിയാ, മണ്ണ് തിന്നു. കണ്ട, ചോറ് തിന്നാതെ മണ്ണ് തിന്നു. ഇല്ലേ, എടാ അത് ഇച്ചിരി തിന്നിട്ട്. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ചോറ് കൊടുത്ത് ഇനിയിപ്പം ആ കാടക്കോഴിക്ക് സ്റ്റാർട്ടർ കൊടുക്കണം. അങ്ങനെ അതുങ്ങൾക്കൊക്കെ തീറ്റ കൊടുത്ത് ഞാൻ പോയി പിന്നെ കിടന്ന് ഉറങ്ങി എഴുന്നേക്കുന്ന പിന്നെ സന്ധ്യക്കാണ് കേട്ടോ. എഴുന്നേറ്റ് എനിക്ക് എന്നെ ഉറക്കം ഇത്. മനുഷ്യർക്ക് എനിക്കും നല്ല ചൂടെടുത്തിട്ട് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ഞാനിങ്ങനെ കിടന്നുറങ്ങട്ടെ. ആ, നേരെ സന്ധ്യ കണ്ടില്ലേ? എന്നാലും ഒന്നുകൂടെ തിരിഞ്ഞു കിടക്കുക. അവിടെ കിടന്നുറങ്ങുന്ന ആ കോഴിക്കും താറാവിനൊന്നും കുടിക്കാൻ വേണ്ട. ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇവിടെ കിടന്ന് കാറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമ്മ വിളിച്ചെഴുന്നേപ്പിച്ച് പിന്നെ എഴുന്നേറ്റ് അങ്ങനെ പോയി. വൈകുന്നേരമായി കൂട്ടുകാരെ. അപ്പോൾ വൈകുന്നേരം അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോകണം. സന്ധ്യാസമയമായി. അപ്പോൾ ആ ടൈമിന് കൊടുക്കാൻ വേണ്ടി പോകണം അതുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ പോകണം. ആദ്യമേ പോയി നമ്മുടെ കാപ്പിരിക്കോരിക്ക് കോഴിക്ക് ചോറ് കൊടുത്ത് പിന്നെ താറാക്കുട്ടന്മാർക്കും ചോറ് കൊടുത്തു കേട്ടോ. മണിത്താറാവാണ്, ഫ്ലൈയിങ് ഡക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ആ വെള്ളപ്പാത്രം ഇങ്ങോട്ട് മാറ്റി വേറെ വെള്ളം ഒഴിച്ച് വെച്ചു.
അതിങ്ങോട്ടെടു. ഇതാ പിന്നെ ചോറാണ്. ഇവർക്കും കൊടുക്കണ്ടായിരുന്നു ഇച്ചിരി ചോറ്. അതും കൂടെ തലയിട്ട് എടുക്കണ്ടല്ലോ. അതെന്താ അതുങ്ങൾക്ക് ഇച്ചിരി കൊടുക്കാം. ഇതേ അതുങ്ങൾ തലയിട്ടെടുക്കും. കൊടുക്കാനില്ല. എടുത്ത് തരാൻ വേറെ അതുങ്ങൾക്കും കൊടുക്കണ്ടേ. സന്ധ്യ കഴിഞ്ഞാൽ കൊടുക്കാം. ഗോതമ്പ് തന്നെ വെള്ളം എടുക്കട്ടെ. വെള്ളം എടുത്തിട്ട് കൈ നിങ്ങൾക്ക് കൊടുക്കണം. എടുക്കണം. ഇനി ചെറിയ കോഴിക്ക് കൊടുക്കാൻ പോവാണ്. അങ്ങനെ മുഖം കഴുകുവാണ്. ഞാൻ കഴുകുന്ന ഹിമാലയയുടെ ഫേസ് വാഷ് ആണ് കേട്ടോ. അത് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത്. മുഖം കഴുകാൻ പോയി. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്, ഹിമാലയയുടെ. ഉണ്ടോ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മോൻ കളിച്ചിട്ട് വരാം. അങ്ങോട്ട് വരാം. എഴുന്നേറ്റുള്ളായിരുന്നു. കുറെ കിടന്ന് ഉറങ്ങിപ്പോയായിരുന്നു. മോൻ തുടച്ച് കൂട്ടുകാരെ ഇനി അട കഴിക്കാൻ പോകണം. ആവി പുഴുങ്ങിയടയാണ് കേട്ടോ. അത് കഴിക്കാൻ പോകണം. അമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു അട കഴിച്ച് പിന്നെ പോയിട്ട് സന്ധ്യ ആയതുകൊണ്ട് പോയിട്ട് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. വിളക്ക് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്ന വീഡിയോ ആണിത്. പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഇനി രാത്രിയായി. ഈ ടീഷർട്ടൊക്കെ മാറ്റിയിട്ട് വേറെ ഇടാം. ഇത് അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. കൂട്ടുകാരെ ഞാനപ്പം മേലെ കഴുകാമെന്ന് വിചാരിച്ച്. രാത്രി ഇപ്പോൾ ഒരു 7:30 മണി ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മേലെ കഴുകിയിട്ട് വരാം. ഒരു ടീഷർട്ട് കൂടെ എടുത്തിട്ട് പോകാം. മേലെ കഴുകാൻ പോകണമെങ്കിൽ ഞാൻ കുളിച്ച് ഇനിയിപ്പോൾ ടീഷർട്ടാ.
അങ്ങനെ കുളിച്ചിട്ട് വന്നപ്പോൾ അമ്മ മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് മാങ്ങ മുറിച്ചുകൊണ്ട് വെച്ച് അപ്പോൾ ഞാനത് തിന്നാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ മാങ്ങ കഴിക്കുവാണ് കേട്ടോ കൂട്ടുകാരൻ. ചിറ്റയുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്ന മാങ്ങയായിരുന്നു. ഇത് നല്ല മാങ്ങയാണ്. അത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനിയിപ്പം ഫുഡ് കഴിക്കുവാണ് കേട്ടോ. മീൻകറി, കോക്ക, തോരനൊക്കെ ഉണ്ടാഞ്ഞ്, പിന്നെ മാങ്ങക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കൂട്ടി ചോറുണ്ണുന്ന വീഡിയോ ആണിത്. അങ്ങനെ എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് നമ്മുടെ കിക്കിമോൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അതും വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി തുടർന്നുള്ള വീഡിയോ കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നടക്കാറുള്ളത്. എല്ലാവരും വിചാരിക്കുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കാറില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അതൊക്കെ എനിക്കുള്ളൂ. അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നടക്കുന്നത്. അല്ലാതെ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു വീഡിയോയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ഒരു വലിയ രസകരമായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കാഞ്ഞത്, വീഡിയോ ചെയ്യാഞ്ഞതും. പിന്നെ എൻ്റെ ഈ കൊച്ചു വീടും എൻ്റെ ചെറിയ ലോകവും ഈ വീട്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടക്കാറില്ല. പിന്നെ ഇടയ്ക്ക് വല്ല പുറത്തോട്ടൊക്കെ പോകും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇന്ന് ചുമ്മാ ഒന്ന് വീഡിയോ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചോദിച്ചതല്ലേ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ ലൈവിൽ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഒരു 8:30 മണിയായി. അപ്പോഴാണ് നമ്മുടെ അപ്പോൾ ഇന്ന് കിക്കിമോൻ്റെ അടുത്തോട്ട് പോയില്ലല്ലോ. ഫുഡ് കൊടുത്ത അതുകൊണ്ട് കിക്കിമോനെ കാണാൻ പോവാണ്. കാണിച്ചില്ലല്ലോ. കിക്കിമോൻ്റെ അടുത്ത് പോയിട്ട് അവന് ക്യാറ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. നിൽക്കുന്ന നമ്മുടെ കിക്കിമോൻ. അങ്ങനെ കിക്കിമോൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കിക്കിമോൻ കൂട്ടിനകത്ത് ഈ പുലികളൊക്കെ നടക്കത്തില്ലേ, പുലി നടക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ഉലാത്തുന്ന അതാണ് ഈ കാണുന്നത്. അങ്ങനെ അവന് ക്യാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലാഞ്ഞുകൊണ്ട് അവൻ എന്നോടൊരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് അധികം നേരം നിന്നില്ല. നമ്മളവനെ വിളിക്കുകയും പറയുകയും ചെല്ലിയതും ചെയ്തില്ലെങ്കിൽ അവൻ നമ്മളോട് പിണങ്ങും. പെട്ടെന്ന് പിണങ്ങുന്ന ടൈപ്പ് സ്വഭാവമാണ്. ഇതിൽ നിന്ന് കഴിക്കുന്ന കിക്കിമോനാണ്. പിണങ്ങിയത് കൊണ്ടാണ് അവനൊന്നും മിണ്ടാത്ത കേട്ടോ. അല്ലെങ്കിൽ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ കാറിയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അവൻ. അതിൻ്റെ കാരണം അതാണ്, അവനൊന്നും മിണ്ടാതെ നിന്ന് ക്യാറ്റ് ഫുഡ് കഴിക്കുവാണ്. അത് പിണക്കായതുകൊണ്ടാണ് കേട്ടോ. അവൻ പിണങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ അവന് പിണക്കാൻ മാറണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം അവനോട് എന്തെങ്കിലുമൊക്കെ പറയണം.